കവി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനെ പറ്റി നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വാചകമാണ്, ദ കോമ്പസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ക്ലോക്ക്. ഘടികാരത്തേക്കാൾ പ്രധാനപ്പെട്ടത് ദിശാസൂചിയാണ് എന്നുള്ളതാണ്. അതർത്ഥമാക്കുന്നത് വേഗതയേക്കാൾ പ്രധാനപ്പെട്ടത് ദിശയാണ് എന്നുള്ളതാണ്. അതറിയാനായിട്ട് നമ്മൾ പൈലറ്റുമാരോട് ചോദിച്ചാൽ മതി. അവർ വിമാനം നിയന്ത്രിക്കുമ്പോൾ ഏറ്റവും അധികം ഒബ്സർവ് ചെയ്യുന്ന, ഫോക്കസ് ചെയ്യുന്നത് ഏത് സിസ്റ്റമാണ് കോക്പിറ്റിൽ എന്ന് ചോദിച്ചാൽ അവർ പറയുക, വേഗം കാണിക്കുന്ന മീറ്ററിനേക്കാൾ നാവിഗേഷൻ സിസ്റ്റത്തെയാണ് അവർ കൂടുതൽ ശ്രദ്ധിക്കുക. കാരണം ഈ ദിശ, ഈ നാവിഗേഷൻ സിസ്റ്റം ദിശ കാണിക്കുന്നതാണ്. ദിശ ഒരു 5 ഡിഗ്രി തിരിഞ്ഞിരുന്നാൽ അത് കിലോമീറ്ററുകൾ, മൈലുകൾ സഞ്ചരിക്കുമ്പോൾ മോസ്കോയിൽ എത്തേണ്ട വിമാനം ലണ്ടനിൽ എത്തും എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് ദിശയാണ് ഏറ്റവും പ്രധാനമായും അവർ ഒബ്സർവ് ചെയ്യുന്നത് ആ സിസ്റ്റത്തിൽ. ഇന്ന് ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുണ്ട്, ഉറച്ചു നിന്ന് പോരാടുക. അതർത്ഥമാക്കുന്നത് ദിശ മാറാതെ പോരാടുക എന്നുള്ളതാണ്. നമ്മളൊക്കെ പോരാടുന്ന മനുഷ്യരാണ്, ജീവിതത്തിൽ ഒരുപാട് പോരാടുന്നവരാണ്. പക്ഷേ അത് പലപ്പോഴും ലക്ഷ്യം കാണാതെ പോകുന്നതിൻ്റെ കാരണം നമുക്ക് ദിശാബോധം പലപ്പോഴും നഷ്ടപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ ദിശ എന്താണ്? നമ്മുടെ ദിശ നിർണ്ണയിക്കുന്ന എന്താണ്? പൗലോസ്ലീഹ ഇന്ന് ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയും, സുവിശേഷമാണ് നമ്മുടെ ദിശാസൂചി. ലോകം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഓടിത്തീർക്കാനാണ്, വേഗത്തിൽ ഓടുക എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ജീവിതം എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഓട്ടപ്രദക്ഷിണമാണ്, ഓട്ടത്തിലാണ് നമ്മൾ, വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്, മറ്റൊരു മാർഗമില്ലാതെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ്. പക്ഷേ ഇന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, ഓടിക്കൊള്ളുക, പക്ഷേ ഓട്ടത്തിന് ദിശാബോധം നൽകുക. സുവിശേഷമാണ് നമ്മുടെ ദിശാബോധം എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസവും പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ 5 പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് പോസ് ചെയ്യണം നമ്മുടെ ഒരു ദിവസത്തിൽ. എന്നിട്ട് നമ്മളോട് തന്നെ ചോദിക്കണം, ഞാനിപ്പോൾ ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുകയാണോ അതോ യേശുവിനെ പിന്തുടരുകയാണോ? ഈ ചോദ്യം പലവട്ടം നമുക്ക് ഓരോ ദിവസവും, ഒരു ദിവസത്തിൻ്റെ പല സമയങ്ങളിൽ നമ്മളോട് തന്നെ ചോദിക്കാനായിട്ട് സാധിക്കുമ്പോൾ കുറേ കൂടെ ദിശാബോധത്തോടു കൂടി നമ്മുടെ ഈ വേഗത്തിലുള്ള ഓട്ടം നടത്താനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ലക്ഷ്യം തെറ്റാതെ ലക്ഷ്യത്തിൽ, ദൈവികമായിട്ടുള്ള ലക്ഷ്യത്തിൽ തന്നെ നമ്മൾ വേഗത്തിൽ ഓടി എത്തിച്ചേരുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം.